ഫ്രൈഡേ പൊതുവെ ഒരു ഉറക്കം തൂങ്ങിയ ദിവസമാണ്. ക്രോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ബസ് വരുന്നു 21. ഫൈനലി അതെത്തി. ഓക്കെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും മാറ്റിക്കട്ടെ. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. ആകപ്പാടെ 2 കടയുള്ളിലുണ്ട്. ഒന്ന് അതും ഒന്ന് അവിടെയും. പിന്നെ ഒരു പാകിസ്ഥാനി കട. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഫോർമാറ്റ് ഒന്നും ആവശ്യമില്ല. അതാണ് നമുക്ക് എന്തുവിടാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുഴുങ്ങിയ മുട്ട. ഞാൻ ഉടായിപ്പിന് സമൂസയൊക്കെയാണ് വാങ്ങിക്കാറ്. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കെട്ടിയോൻ എന്നെ പഞ്ചറാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള പുഴുങ്ങി മുട്ട വാങ്ങിച്ച് സന്തുഷ്ടയായി. അപ്പോൾ ഇത് കഴിക്കല. ഇനി വെളിയിൽ പോകണം ഒരു സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ട്. വണ്ടി എടുത്തിട്ട് പോകണം. കമ്പനി കാറുണ്ട്, അപ്പോൾ കമ്പനി കാർ എടുത്തിട്ട് പോകണം. ഇന്ന് സാറ്റർഡേ ആണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഫുള്ള് തിരക്കോടെ ഓട്ടാണ്. പക്ഷെ ഇന്ന് സാറ്റർഡേ ആയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഇതേ നമ്മുടെ വണ്ടിയിൽ കമ്പനി കാർ നടക്കുന്നു, ജാക്ക്. സോ നമ്മളിതെടുത്തിട്ട് ഇവിടെ അടുത്താണ് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് കുറച്ച് ഹാൻഡിൽ തപ്പാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി എല്ലാം സൈലൻ്റ് ആയിരിക്കും വണ്ടി ഓടിക്കാൻ പോലെ. ഓക്കെ ഗൈസ്, ഈ പന്ന വണ്ടിക്കകത്തും എ സി ഇല്ലായിരുന്നു. ഈ വണ്ടിക്കകത്ത് എ സി ഇല്ലാതെ സിവിയർത്ത് കുളിച്ചു ഞാൻ. കാണിക്കാൻ കൊള്ളത്തില്ല, അമ്മാതിരി കോലമായി. ഈ പണ്ടാരം വണ്ടിയിൽ പോയതാണ്. വിയർത്തിട്ട് ടെൻഷനായി. അവസാനം ഫുള്ള് എക്സിറ്റും തെറ്റി. 2 മണിക്കൂറുള്ളതിന് ഞാൻ 5 മണിക്കൂർ എടുത്താണ് എത്തിയത്. ഇനി എ സി ഇല്ലാത്ത ഒരു വണ്ടിയിൽ ഞാൻ പോയില്ല. ഈ വണ്ടിയിൽ എ സി ഇല്ലയെന്ന് എനിക്കറിയില്ലായിരുന്നു. എ സി ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആവുമെന്ന് പറയുന്നു, പക്ഷെ ശരിയാക്കിയെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെയും എ സി ഇല്ലാണ്ട് കൊണ്ടു നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. തലയ്ക്കകത്തൊക്കെ എന്തോ ഒരു മന്ദത പോലെ ആവി എടുത്തിട്ട്. ഇനി പോയിട്ട് വേണം ഒന്ന് കാറ്റത്തിരിക്കാൻ. വയ്യ, ഇന്നത്തെ എനർജി മൊത്തം തീർന്നു. എ സിക്കകത്തോട് കയറട്ടെ. പക്ഷെ ഒട്ടിയിരിക്കണം ഫുള്ള്. അലമ്പായി, മൊത്തത്തിൽ അലമ്പായി.
തിരിച്ചു വന്നിട്ട് ഫാനിൻ്റെ മൂട്ടി കുത്തിയിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. AC ഓണാണ്, അതിലൊന്നും കാര്യമില്ല. വേറൊരു ഫാൻ നമുക്ക് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓണാക്കി അതിൻ്റെ മൂട്ടി കുറേ നേരം അങ്ങനെ ഇരുന്നു. പക്ഷേ ഇത് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇത് കുളിക്കണം എന്നാലേ ശരിയാവുള്ളൂ. വല്ലാത്തൊരു ഇടപാട്. നിങ്ങൾക്ക് കാണാം ഞാൻ എന്തോരം വിയർത്തായിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. ചിക്കൻ പൊറോട്ട സാൻഡ്വിച്ച് വിത്ത് വാട്ടർമെലൻ്റെ ജ്യൂസ്. നമുക്ക് ഫുഡ് കഴിക്കാൻ വെളിയിൽ പാൻട്രി ഉണ്ട്, പക്ഷേ ഇത് പിന്നെ റാപ്പ് ആയതുകൊണ്ട് പിന്നെ ശനിയാഴ്ച ഇവിടെ ആരും ഇല്ല അധികം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ നിന്ന് കഴിക്കണം. കുറച്ച് പേര് സൈറ്റ് ഇൻസ്പെക്ഷനും പിന്നെ കുറച്ച് പേര് ഓഫ്, അങ്ങനെ മൊത്തത്തിലൊരു കാലിയാണ്. ശനിയാഴ്ച എപ്പോഴും ഇങ്ങനെ ഒരു കാലി വൈബായിരിക്കും. ചിലപ്പം ഭയങ്കര ശനിയാണെന്ന് തോന്നാത്ത തരത്തിൽ തിരക്കും ആവാറുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പൊറോട്ട സാൻഡ്വിച്ചിന്. അടിപൊളിയായിരുന്നു. ഇനി വിശപ്പ് കൂടുതലായതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കൊള്ളായിരുന്നു, ഇന്നത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണൽ ചാറ്റിംഗ് പരിപാടികളിലേക്കൊക്കെ പോയി ഇങ്ങനെ ഫോണൊക്കെ തോണ്ടിയിരുന്നു. ഇനി അടുത്ത് വീണ്ടും ബാക്ക് ടു വർക്ക്. ഇതൊക്കെ തന്നെയാണ് കണ്ടിന്യൂസ് ഇങ്ങനെ സിസ്റ്റത്തിലുള്ള പണികളും പിന്നെ കോൾ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അധികം കോളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ സമാധാനപരമായിട്ട് അവിടെ ഇരുന്ന് എൻ്റെ കുറച്ച് പണികളൊക്കെ തീർക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാനും പറ്റി. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും സമയം കിട്ടാറില്ല. അങ്ങനെ ഓട്ടമായിരിക്കും, കോൾ വരും. അപ്പോൾ കോൾ വരുമ്പോൾ ഞാൻ കുറച്ച് പുറത്ത് പോയിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. പുറത്ത് മീൻസ് ഈ ഇരിക്കുന്നിടത്ത്, കാരണം എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവേണ്ടതെന്ന് കരുതിയിട്ട് കുറച്ച് അങ്ങോട്ട് കോൾ ചെയ്യും, തിരിച്ചു വരും, പിന്നെയും കോൾ ചെയ്യും, തിരിച്ചു വരും. അങ്ങനെയാണ് എൻ്റെ ഒരു റൂട്ടീൻ പോകുന്നത്. തിങ്കളാഴ്ചയൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്താ പറയുക, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു തിരക്ക് കുറഞ്ഞ ശനിയാഴ്ച എന്ന് പറയുന്നത്. ഇനി ഞാനിതിൻ്റെ മൊത്തം വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇതൊരു നേപ്പാളി കുട്ടിയാണ് കേട്ടോ, നമ്മുടെ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിലെ ഒരാളാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണി കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകുന്നതൊക്കെ നമ്മൾ വേറെ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും അതേ വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഇതാരെങ്കിലും കാണുമെന്ന് തന്നെ അറിയില്ല. ഓക്കെ, കാണുന്നവർക്കൊക്കെ എൻ്റെ ബൈ.